തിത്തിന്നം തെയ്യം താരോ തിത്തിന്നം താരോ തെയ് ഹൊയ് ഹൊയ്. തിത്തിന്നം തെയ്യം താരോ തനതിനം താരോ തെയ് ഹൊയ് ഹൊയ്. കേരനിര തിങ്ങും നാടിത് കേരള നാടല്ലോ ഹൊയ് ഹൊയ്. ദൈവത്തിൻ സ്വന്തം നാടിത് കേരള നാടല്ലോ ഹൊയ് ഹൊയ്. തെങ്ങെല്ലാം വെട്ടി മാറ്റി ഫ്ലാറ്റ് പണി പോലെ ഹൊയ് ഹൊയ്. എസിയും കൂളറും തേടി പോണോരെ ഭൂമി ദേവിക്ക് കുട പിടിക്കാൻ നമ്മുടെ ദാഹമകറ്റാൻ വേണ്ടയോ തെങ്ങിനിയും വരൂ തൈ നടാൻ. ഭൂമി ദേവിക്ക് കുട പിടിക്കാൻ നമ്മുടെ ദാഹമകറ്റാൻ വേണ്ടയോ തെങ്ങിനിയും വരൂ തൈ നടാം. തിത്തിന്നം തെയ്യം താരോ തിത്തിന്നം താരോ തെയ് ഹൊയ് ഹൊയ്. തിത്തിന്നം തെയ്യം താരോ തനതിനം താരോ തെയ് ഹൊയ് ഹൊയ്. നേരാണല്ലോ, വരൂ നമുക്കും തൈ നടാം. ഈ മാതൃസസ്യത്തിനും വിത്തു തേങ്ങയ്ക്കും എന്തൊക്കെ ഗുണങ്ങളാണോ ആവോ ഉണ്ടായിരിക്കേണ്ടത്. 20 വർഷം പ്രായമായ തെങ്ങിനെ മാതൃസസ്യമായി തിരഞ്ഞെടുക്കാം. എങ്കിലോ കേട്ടാലും കൂട്ടരെ വേണമ മാതൃസസ്യത്തിന് ഗുണങ്ങളെല്ലാം. ആണ്ടിൽ 120 നാളികേരം സ്ഥിരവിളവു നൽകുന്നൊരു തെങ്ങാവണം. ഇവയിൽ നിന്നും ഗുണമേന്മയേറിയ നാളികേരം വിത്തു തേങ്ങയാക്കാം. തടമെടുത്തോ അതോ തിണ്ടെടുത്തോ തേങ്ങ പാകി മുളപ്പിച്ചു തയ്യാക്കണം. 12 മാസം പ്രായമായാലി തൈകൾ നടീലിനു തിരഞ്ഞെടുക്കാം. കടയ്ക്കു വ്യാസം 10 സെന്റിമീറ്റർ വേണം. ഇലകൾ 6-8 വേണം. വിത്തു ഗുണം 10 ഗുണമെന്നല്ലയോ പഴം ചൊല്ലിൽ പതിരില്ല കൂട്ടുകാരേ. ഹായ്, നല്ല തൈ തിരഞ്ഞു കിട്ടി. ഇനി ഇത് നടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള കുഴിയെടുത്ത് 40 സെന്റിമീറ്റർ കനത്തിലായി മേൽമണ്ണ് നിറച്ചി കുഴികളെ നികത്തിടണം. ചെമ്മണ്ണെങ്കിലോ 2 കിലോ വീതം കറിയുപ്പു ചേർത്താൽ ഗുണകരമാകും. തൈ നടും നേരത്ത് ജൈവവളം കുഴിയൊന്നിന് 25 കിലോ. കുഴികളിൽ 2 വരി ചകിരി കമിഴ്ത്തി നിരത്തിയാൽ ഈർപ്പം നിലനിർത്തിടാം. തൈകൾ നേർവരിയായി നടുമ്പോൾ തമ്മിൽ 7.5 മീറ്റർ അകലമാകാം. അല്ല ത്രികോണമായി നടുവാനെങ്കിലോ 9 മീറ്റർ അകലം വേണം. ഇതുപോൽ നടുകിൽ നമുക്കൊരു ഹെക്ടറിൽ 210ഓളം തൈകൾ നടാം. ഹായ്, തൈകളെല്ലാം നട്ടപ്പോൾ പുരയിടം കാണാൻ എന്തൊരു ഭംഗി, മനസ്സിനെന്തു കുളിർമ. അല്ല, ഇവയെ ഇനി ഭംഗിയായി പരിപാലിക്കണ്ടേ? അതിനെന്തൊക്കെയാ ചെയ്യേണ്ടത്? ചെറുതൈകളാണേ വേനൽ ചൂടിൽ വെള്ളവും തണലും നൽകണമേ. ഉണങ്ങിയ തൊണ്ടുകൾ കടയ്ക്കൽ നിരത്തിയ മണ്ണിൽ ഈർപ്പം നിലനിർത്തിടാം. കടയ്ക്കൽ നിന്നും 3 മീറ്റർ ദൂരെ നീളത്തിൽ ചാലുകൾ കീറിയിട്ടോ അതോ കടയ്ക്കൽ നിന്നും 2 മീറ്റർ ദൂരെ വൃത്തത്തിൽ ചാലുകൾ കീറിയിട്ടോ. ചകരിത്തൊണ്ടുകൾ
കുഴിച്ചിടാം. ആഴമോ 1/2 മീറ്റർ വേണം കൂട്ടുകാരേ. കുഞ്ഞിളം തൈകളെ കുഞ്ഞുങ്ങളെന്നോണം പാലിച്ചു പോരണം കൂട്ടുകാരേ. ആഹാ, നമ്മുടെ തൈകളൊക്കെ വളർന്നു വരുന്നല്ലോ. നല്ല വിളവ് കിട്ടാൻ ഇവയ്ക്ക് പ്രത്യേക പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതില്ലേ? ഏപ്രിൽ മെയ് മാസത്തിൽ തെക്കു പടിഞ്ഞാറ് കാലവർഷാരംഭമാണല്ലോ കൂട്ടര്. ഇത്തരുണത്തിൽ തെങ്ങിൻ കടയ്ക്കൽ നിന്നും 2 മീറ്റർ അകലെ തടം തുറന്നിടണം. ഏപ്രിൽ മെയ് മാസത്തോടെ തെങ്ങിൻ തടത്തിലായി പച്ചില വളത്തിൻ വിത്തു വിതയ്ക്കണം. ആഗസ്റ്റ് സെപ്റ്റംബറിൽ അവയെല്ലാം വളരുമ്പോൾ വീണ്ടും മണ്ണിൽ തന്നെ ചേർത്തിടണം. വളപ്രയോഗം വർഷത്തിൽ 3 or 4 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. നനയുള്ള തോട്ടമാണെങ്കിലോ കൂട്ടരെ വളപ്രയോഗം 4 ഘട്ടങ്ങളായി കുംഭം, ഇടവം, കന്നി, വൃശ്ചികം എന്നീ ക്രമത്തിൽ നൽകിയിടാം. മഴയാണാശ്രയമെങ്കിലൊരാണ്ടിൽ 3 ഘട്ടങ്ങളായി നൽകിയിടാം. 1/3 മെയ് ജൂൺ മാസം, ശേഷിച്ച 2 കന്നിമാസം. മണ്ണാണാശ്രയമെന്തിനും അതിനാൽ മണ്ണു പരിശോധനയാണേ മുഖ്യം. ആരോഗ്യമുള്ളൊരു മണ്ണല്ലെങ്കിൽ നൽകും വളങ്ങൾ പാഴാകുമേ. അമ്ലത്വക്ഷാര ക്രമീകരണത്തിനായി മെയ് ജൂൺ മാസം തെങ്ങിൻ തടത്തിലായി കുമ്മായം 1 കിലോ വിതറിയിടാം. പിന്നെ 10 നാൾ കഴിഞ്ഞു വളം ചേർക്കാം. തെങ്ങൊന്നിനാണ്ടിൽ വേണ്ടും വളങ്ങൾ 1 കിലോ യൂറിയ, 2 കിലോ ഫോസ്ഫേറ്റ്. ഇവ കൂടാതെ 2 കിലോ പൊട്ടാഷ്യം പ്രതിരോധ ശക്തിക്കായി നൽകിയിടാം. ആദ്യ ഗഡുവായി 1/3 മെയ് ജൂൺ മാസം നൽകിയിടാം. പിന്നെ ആഗസ്റ്റ് മധ്യത്തിൽ തടം തുറന്നിടാം. ശേഷിച്ച വളവും നൽകിയിടാം. മച്ചിങ്ങ പൊഴിച്ചിൽ തടയാൻ 100 ഗ്രാം ബോറാക്സും കൂടെ ചേർത്തിടണം. പിന്നെ കുറയാതൊരു 50 കിലോ ജൈവവളം ഇവയോടൊപ്പം നൽകണമേ. സൂക്ഷ്മമൂലകങ്ങൾക്കായി മഗ്നീഷ്യം സൾഫേറ്റ് തെങ്ങൊന്നിനര കിലോ നൽകണേ. സംയോജിതമായി വളം ചെയ്തില്ലേൽ തെങ്ങു പിണങ്ങും കൂട്ടരെ. ചെറുതൈയാണേൽ 1-ാം വർഷം ഇപ്പറഞ്ഞ തോതിൻ 10-1 വേണ്ടു. 2-ാം വർഷം 3-1, പിന്നെ 3-ാം വർഷം 3-2. വളങ്ങളെല്ലാം ചൂടുളവാക്കുമേ, നല്ലോണം വെള്ളം പകരണമേ. നിത്യം 30ഓളം ലിറ്റർ നൽകണമല്ലായെങ്കിൽ കണികാ ജലസേചനമുത്തമം. വരും കാലം ജലം കിട്ടാക്കനിയാം, അതിനാൽ ഈർപ്പം നിധി പോൽ കാക്കണം. മണ്ണിനു കവചമൊരുക്കാൻ തെങ്ങിൻ തടമാകമാനം ഉതകൊണ്ടു മൂടണം. സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയല്ലേ നമുക്കീ തെങ്ങുകൾ. ഇവയ്ക്ക് രോഗകീടബാധ വല്ലതും ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? തെങ്ങിൻ തോപ്പിലെ ശുചിത്വമാണെന്നും രോഗപ്രതിരോധത്തിൻ ആധാരമെങ്കിലും കൂമ്പുചിയൽ, പിന്നെ ചെന്നീരൊലിപ്പും തഞ്ചാവൂർ വാട്ടവും പിടിപെട്ടിടാം. രോഗലക്ഷണങ്ങൾ കണ്ടാലുടനടി മരുന്നു പ്രയോഗം നടത്തിടേണം. മഴക്കാലമെത്തും മുമ്പേ 1% ബോഡോ മിശ്രിതം തളിച്ചിടണം. ചെന്നീരൊലിപ്പിനായി ട്രൈക്കോഡർമ വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം നല്ലൂ. തഞ്ചാവൂർ വാട്ടത്തിൻ ലക്ഷണങ്ങൾ പെട്ടെന്നോലകൾ
ഒപ്പം മച്ചിങ്ങയും പിന്നെ തേങ്ങയും പൊഴിയും മരുന്നു പ്രയോഗം ഉടനടി വേണം. കീടങ്ങൾക്കെതിരെയും കരുതൽ വേണമേ. ചെല്ലികളുണ്ടാം കൊമ്പനും ചെമ്പനും പേരുതീനിപ്പുഴുക്കൾ മണ്ണിലുമുണ്ടാം. മുളയിലെ നുള്ളണം കൂട്ടുകാരെ. ജീർണിച്ചഴുകുന്ന ജൈവവസ്തുക്കളിൽ കൊമ്പൻ ചെല്ലികൾ പെരുകുമെന്നതിനാൽ ഇത്തരമിടങ്ങളിൽ പച്ചക്കുമിൾ പ്രയോഗം ഏറെ ഗുണം ചെയ്യും കൂട്ടുകാരെ. തെങ്ങിൽ മുറിവുകളില്ലാതെ സൂക്ഷിച്ച ചെമ്പൻ ചെല്ലിയെ തുരത്തിടാമേ. തെങ്ങിൻ തടത്തിലെ മണ്ണിലല്ലോ വേരുതീനിപ്പുഴുക്കളെ കാൺമോ നമ്മൾ. ഈ മണ്ണു തെല്ലൊന്നുഴുതുമറിച്ചാൽ അവയെല്ലാം പറവകൾക്കാഹാരമായിടും. വെള്ളീച്ചകളും തെങ്ങോലപ്പുഴുക്കളും മണ്ടരിയും വന്നുകൂടാതെ നോക്കണം. വന്നെന്നാകിലോ ഭയപ്പെട്ടിടാതെ ജൈവിക നിയന്ത്രണം സാധ്യമാക്കിയിടണം. കീടബാധ ഏറ്റം ബാധിച്ചെന്നാകിലോ കീടനാശിനികൾ നിർബന്ധമാണ്. കൃത്യമാം തോതിൽ ഇവയെ പ്രയോഗിക്കാൻ വിദഗ്ധ സേവനം തേടിടണം. ആ കാര്യം പിടികിട്ടിയോ? സാങ്കേതിക വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നു പ്രയോഗം ചെയ്യാവൂന്ന്. കൃത്യമായ തോതിൽ ചെയ്തില്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമാവും പിന്നെ ഫലം. തേ കണ്ടോ, നമ്മുടെ തെങ്ങുകൾ മിടുക്കരായി വളരുന്നത് കണ്ടോ? ഇനി എപ്പോഴാണാവോ ഇവയെല്ലാം കായ്ച്ചു തുടങ്ങുക? എനിക്ക് ആകാംക്ഷയായി. നട്ടു 4-5 വർഷം കൊണ്ട് വിളവ് ലഭിച്ചു തുടങ്ങും. നാളികേരം മൂപ്പെത്താൻ 12 മാസമെടുക്കും. ഒരു കുലയിലെ നാളികേരമെല്ലാം ഒരേ സമയം ഒരേപോലെ മൂപ്പെത്തും. അവയുടെ നിറം പച്ചയിൽ നിന്ന് മഞ്ഞയോ തവിട്ടു നിറമോ ആകുമ്പോൾ വിളവെടുക്കാം. കരിക്കാവശ്യത്തിന് 6-7 മാസം, പാചകാവശ്യത്തിന് 11 മാസം. കൊപ്രയാക്കി എണ്ണയെടുക്കാൻ നല്ല പോലെ മൂപ്പെത്തണം. നന്നായി മൂപ്പെത്തിയ നാളികേരം അവയെ കൊട്ടി നോക്കുമ്പോഴുള്ള ശബ്ദം കൊണ്ട് തിരിച്ചറിയാം. 1.5-2 മാസമോ ഇടവേളയിൽ നാളികേരം വിളവെടുക്കാം. ഇനങ്ങളേറെയുണ്ട് നാളികേരത്തിൽ. അവയ്ക്കനുസൃതമായി പരിപാലന മുറകളിലും ചെറിയ തോതിൽ വ്യതിയാനങ്ങളുണ്ടായിരിക്കാം. ഇപ്പറഞ്ഞ പരിപാലന മുറകൾ സർവാത്മനാ പാലിച്ച് കേരവൃക്ഷത്തിൻ കീർത്തി മേൽക്കുമേൽ വർദ്ധിപ്പിക്കുവിൻ കൂട്ടരേ. അടിമുടി ഗുണകരമല്ലോ കേരവൃക്ഷം. ഏറ്റവും ശ്രേഷ്ഠമായ വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ, ചിരകിയുണക്കിയ കാമ്പ് അഥവാ തേങ്ങാത്തൂൾ, നാളികേരപ്പാലും അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും ഇങ്ങനെ അന്തമില്ലാത്തൊരു നിര തന്നെയുണ്ടേ. നാളികേരത്തിൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. കേരളമെന്നാൽ കേരത്തിൻ നാടല്ലോ. നാളികേരം അതിൻ ആത്മാവല്ലോ.
കേരം ജയ ജയ കേരം ജയ ജയ നാളികേരം ജയ കേരളമേ ജയ കേരം ജയ ജയ കേരം ജയ ജയ നാളികേരം ജയ കേരളമേ ജയ കേരം ജയ ജയ കേരം ജയ ജയ നാളികേരം ജയ കേരളമേ ജയ കേരം ജയ ജയ കേരം ജയ ജയ നാളികേരം ജയ കേരളമേ ജയ നാളികേരം ജയ കേരളമേ ജയ നാളികേരം ജയ കേരളമേ